പ്രകൃതിയുടെ ശുദ്ധമായ നന്മ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളിലൂടെ നിങ്ങളുടെ പാചകാനുഭവം ഉയർത്തുന്നു. ഗുണമേന്മയുള്ള ചേരുവകളുടെ സ്വാഭാവിക സത്ത. ഹലോ, നമസ്കാരം. ഞങ്ങളിന്നുള്ളത് മലപ്പുറം പൊന്നാനി ചമ്മറവട്ടം റോഡ് ദി ഫ്ലോർ മിൽ എന്ന ഫുഡ് പ്രോസസ്സിംഗ് സംരംഭത്തിന് മുന്നിലാണ്. നേരത്തെ പറഞ്ഞ വാചകങ്ങൾ ഇതേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കടമെടുത്തതാണ്. ഓരോ ഭക്ഷ്യ സംസ്കരണ സംരംഭകനും ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ദി ഫ്ലോർ മിൽ എന്ന ഭക്ഷ്യ സംസ്കരണ സംരംഭ യൂണിറ്റ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ പ്രസൻറ്റേഷൻ കൊണ്ട് തന്നെയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ വൃത്തിയിൽ 200-300 സ്ക്വയർ ഫീറ്റിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് പ്രോസസ്സിംഗ് സംരംഭത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പ്രസാദ് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്ത് ആ ഒരു ഫുഡ് പ്രോസസ്സിംഗ് സംരംഭത്തിലേക്ക് മാറിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ എല്ലാ എക്സ്പീരിയൻസുകളും നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചും കാര്യങ്ങളും എങ്ങനെയാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നതെന്ന് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ മെയിനായിട്ട് നമ്മൾ വർക്ക് വീടിന്റെ ഇന്റീരിയർ വർക്ക് ആയിരുന്നു. പിന്നെ ഇതിന്റെ പുറകിൽ ഞാനൊരു വർഷങ്ങളായി, ഏകദേശം ഒരു 4 വർഷം ഇതിന്റെ പുറകിൽ ഈ മേഖലയിൽ കടന്നു വരാനുള്ള കാരണം വേറെ ഒന്നുമില്ല. നമ്മളെ ഫ്രണ്ടിന് സ്വന്തമായിട്ട് ഒരു മില്ലുണ്ടായിരുന്നു, ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ പുള്ളിക്കാരൻ ഞാനും ഒരുമിച്ച് തുടങ്ങാനുള്ള കണ്ടീഷനായിരുന്നു. പിന്നെ നടന്ന് വന്ന് പിന്നെ ഒറ്റയ്ക്ക് ആവുന്നുള്ള കണ്ടീഷനായി. അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്കായി തുടങ്ങിയതാണ്. ഇപ്പോൾ കുഴപ്പമില്ല, വർക്ക് ഏകദേശം നമ്മൾ മെയിനായിട്ട് വലിയ ഉദ്ഘാടനം നടത്തിയിട്ടൊന്നുമില്ല. ഒരു ഡേറ്റ് കണ്ട് നമ്മളാണ് തുറന്ന് പ്രവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, വരുന്നവരൊക്കെ പരാതി വരുന്നുണ്ട്, നമ്മൾ ഉദ്ഘാടനം നടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ പരാതികളുണ്ട്. എന്നാലും കുഴപ്പമില്ല, ജോബ് വർക്ക് ചില ദിവസങ്ങളിൽ കൂടും, ചില ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് കൂടുതൽ സെയിൽ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പോകുന്നത് ഗൾഫിലേക്കാണ്. നമ്മൾ ഈ പാക്കിങ്ങിൻ്റെ ക്വാളിറ്റി, പിന്നെ നമ്മളെല്ലാം കഴുകി ഉണക്കിയിട്ട് തന്നെയല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ കൂടുതലും ഗൾഫിലേക്കാണ് പോകുന്നത്. ഈ പാക്ക് അതുപോലെ വെളിച്ചെണ്ണ എല്ലാം ഉണ്ട്. വെളിച്ചെണ്ണ ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞതാണ്, 2 ദിവസം കഴിഞ്ഞ് വെളിച്ചെണ്ണ ആവും. പിന്നെ ഓണത്തിൻ്റെ മുന്നേ ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്, മില്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉഷാറാക്കണം എന്നുള്ളതാണ്. ഭാവിയിൽ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കണം. കാരണം മിഷറൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇത് കുറച്ചൊരു ഡിസ്പ്ലേ യൂണിറ്റ് പോലെ വലുതാക്കി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് സംഭവം. അപ്പം ഇന്ന കാര്യങ്ങളാണ് ഇതേപോലത്തെ കാര്യങ്ങളുള്ളത്. ഓക്കെ, നമുക്ക് ഇതിലിപ്പോ ഞങ്ങള് എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാറുള്ളത് മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് പ്രസന്റേഷൻ. ആ ഒരു കാര്യത്തിൽ 100% എന്നുള്ള രീതിയിൽ പ്രസാദായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എങ്ങനെയാണ് എന്റെ വർക്കായതിന്റെ പേരിൽ ഞാൻ എന്റെ ഐഡിയ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കുറെ ഷോപ്പുകൾ പോയി കണ്ടു, കുറെ മില്ലുകൾ പോയി കണ്ടു. അപ്പൊ നമ്മളിപ്പോ ഒരു മില്ല് തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് പൊന്നാനിൽ അങ്ങനെ ഒരു സ്ഥിരം പ്രവർത്തിക്കുന്ന മില്ലില്ല. ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം പൂട്ടിയിടും, ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും പിന്നെ വരാൻ വേണ്ടി പറയും. അങ്ങനെയൊക്കെ അതിൻ്റെ പേരില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത്ര നീറ്റായി ചെയ്യാനുള്ള കണ്ടീഷൻ. എന്നിട്ടും എനിക്ക് തൃപ്തി പോരാ, ഞാൻ മാറ്റം വരുത്തും എന്തായാലും. ലൈവായിട്ട് ചെയ്യാനുള്ള നമ്മൾ ഇതൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇവിടുന്ന് നേരിട്ട് കാണുന്ന കണ്ടീഷനിലൊക്കെ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളെടുത്തുന്നുള്ള മെഷീനറി തന്നെയല്ലേ മൊത്തം. അത് കാരണം ഞാൻ മൊത്തം അതിന്റെ ടോപ്പ് വർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് SS-ന്റെ ട്രേ ആക്കിയിട്ടുള്ളത്. ട്രാൻസ്പാരന്റ് ആയിട്ട് പ്രോസസിംഗ് എല്ലാം അവിടുന്ന് നേരിട്ട് കാണുന്ന കണ്ടീഷനല്ലോ. ഒന്നും നമ്മൾ എന്താ വെച്ചാൽ മറച്ചു വെച്ചുള്ള ഒരു പരിപാടികളും ഇല്ല. നമ്മളിപ്പോ ബാസ്ക്കറ്റിൽ നമ്മുടെ സ്പൈസസ് ചെയ്യുന്ന മെറ്റീരിയൽ സാമ്പിളുകൾ ഇട്ടിട്ടുള്ളതൊക്കെ. നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുളക്, മല്ലി, മഞ്ഞൾ, കുരുമുളക് പൊടി, അതുപോലെ തന്നെ പുട്ടുപൊടി വരുന്നുണ്ട്, മട്ട വരുന്നുണ്ട്, ചതച്ച മുളക്, പിന്നെ അച്ചാർ വരുന്നുണ്ട്, സാമ്പാർ പൊടി വരുന്നുണ്ട്. മുളക് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയാണ്. മുളകാകുമ്പോൾ നമ്മൾ N-5 എന്ന് പറയും മുളകിന്, ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനം. അതിന്റെ സാമ്പിളാണ് ഈ കാണുന്നത്. ഇതിന്റെ പൊടിക്ക് നമുക്ക് ഏകദേശം ഒക്കെ കഴുകി ഉണക്കിയത് പൊടിക്ക് ഇത് പൊടി വരുന്നതാണ്. ഇത് ഒരു മുളക് പൊടിയുടെ പാക്കറ്റ് അത് വരുന്നത്. ഇതിൽ വരുമ്പോൾ ഏകദേശം നമുക്ക് 320 രൂപയോളം റേറ്റ് വരുന്ന സാധനങ്ങളാണ്, ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മൊത്തം. പിന്നെ വെറും മുളകിന്റെ ഒരു സെക്കൻഡ് ക്വാളിറ്റി അല്ല, മുളകിന്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പിരിയൻ മുളക് എന്ന് പറയും. പിരിയൻ മുളക് ആകുമ്പോൾ അതാകുമ്പോൾ കുറച്ച് എരിവ് കൂടും, കറിക്ക് കൊഴുപ്പുണ്ടാവും, കളർ ഉണ്ടാവും ചെയ്യും. പിന്നെ വരുന്ന കാശ്മീരി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഡബ്ബിയാണ് വെക്കുന്നത്. ഡബ്ബി എന്ന് പറയുമ്പോൾ ഏകദേശം കിലോ 700 രൂപയോളം വരുന്നുണ്ട്. അതാണ് നമ്മൾ കാശ്മീരി പൊടി വരുന്നത്. പിന്നെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മല്ലി വരുമ്പോൾ ഇത് അപ്പു ബ്രാൻഡാണ്. ഇത് നമ്മൾ ഇവിടുന്ന് കിട്ടുന്നതല്ല, ചാവക്കാട് പോയിട്ട് എടുക്കുന്നതാണ് ഹോൾസെയിലിൽ ഇത് വരുന്നത്. ഇതൊക്കെ നമ്മൾ കഴുകിയിട്ട് വറുത്ത പൊടി വരുന്നുണ്ട്, വറുക്കാത്തതും വരുന്നുണ്ട്. വറുത്തയിലാകുമ്പോൾ നമ്മൾ ഈ വേപ്പിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ, മറ്റൊന്നും ചേർക്കുന്നില്ല. കാരണം പലർക്കും പല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വേപ്പിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ വരുമ്പോൾ നമ്മൾ പുട്ടുപൊടി വരുമ്പോൾ ഇതാണ് വരുന്ന പുട്ടുപൊടി. ഇതൊക്കെ പിന്നെ നമ്മളിടുന്ന ഒരുത്ത മെഷീനറിയിൽ തന്നെ എന്ത് ചെയ്യുന്ന നനച്ച് കഴുകി പൊടിച്ചതിന് ശേഷം വറുത്തെടുക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന അരി ഷാലിമാറിൻ്റെ അരി ഉപയോഗിക്കുന്നത്. ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഗോതമ്പ് വരുമ്പോൾ ഇതാണ് ഗോതമ്പ്. ഇത് നമ്മൾ കോഴിക്കോട്ടുകാരും മറ്റേ പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കണമെന്ന് പറയുന്നത് സംഭവം. അത് സോർട്ട് ചെയ്ത് വരുന്ന സാധനം. അത് നമ്മൾ വീണ്ടും കഴുകിയിട്ട് പൊടിച്ച് വരുന്നതാണ്. ഇതാണ് ഗോതമ്പ് വരുന്നത്.
പ്രസാദേട്ടാ, എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് പ്രോസസ്സിംഗ് സ്ഥാപനമാണിത്. അതൊരു ഫ്ലോർ മില്ലിൽ തന്നെയാണ് യൂണിറ്റിന്റെ പേര്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ഒരു മാതൃക എന്നുള്ള രീതിയിൽ ന്യൂജൻ എല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു മില്ലാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനം ഉണ്ട് ഞങ്ങളുടെ നിന്നാണ് മെഷീൻസ് എടുത്ത് എന്നതിനെ സംബന്ധിച്ച്. പിന്നെ മാത്രമല്ല, ഞങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്, ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രസാദിന്റെ അഭിപ്രായം? ഞാൻ ഒരുപാട് കമ്പനിയിൽ എൻക്വയറി നടത്തിയിട്ടാണ് നമ്മളെ മെഷീനറിയിലേക്ക് എത്തിപ്പെട്ടത്. ഞാൻ ഒരുപാട് മില്ലിൽ പോയി ആ മില്ലിൽ നിന്ന് കിട്ടിയ അറിവിൽ നമുക്ക് എല്ലായിടത്തും കിട്ടിയതിൽ JK മെഷീനറീസ് ആണ് നല്ല മെഷീനറി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ JKന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെഷീൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ സർവീസ് ആയാലും എന്തിന് വിളിച്ചു കഴിഞ്ഞാലും സപ്പോർട്ടായാലും എനിക്ക് വളരെ തൃപ്തിയാണ്. എല്ലാ കാര്യത്തിലും ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഉണ്ണിയേട്ടനായി കഴിഞ്ഞാലും എന്ത് സംശയം പോയി വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് അപ്പോൾ തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമുക്ക് ഒരു ഫാൾട്ട് കൊണ്ട് നമുക്ക് ഇന്നേ വരെ നമുക്ക് മെഷീനറി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഹെവി അടിക്കുന്ന ദിവസമായി കഴിഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, ഒക്കെ ഞാനും ഓക്കെയാണ് 100%. അതുപോലെ തന്നെ ഇവിടെ ഇത് കാണാൻ വന്നവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സംഭവം. കാരണം JK മെഷീനറീസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഇപ്പോൾ സിംഗിൾ ഹെഡ് ഉണ്ടല്ലോ, ഇത് ചെറുത്, അതായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പത്തിരിക്ക് കുറച്ച് പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് പൊടി കൊണ്ടുവന്നടക്കം പറയും, ഗൾഫിലടക്കം കൊണ്ടുപോകുന്നുണ്ട്, വറുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവരെ പറയും നല്ല നൈസ് പൗഡറാണ്, നല്ല പൊടികളെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേസ് വെച്ച് നോക്കുമ്പോൾ JK മെഷീനറീസിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്, സന്തോഷമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇനി കൂടുതലും പല ആശയങ്ങളുണ്ട്, ഇതിനേക്കാളും വലിയ കുറെ ആശയങ്ങള് പ്രസാദിന്റെ മനസ്സിലുണ്ടെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ നടക്കട്ടെ വിചാരിക്കുന്നു. ശരി, താങ്ക് യു. ഓക്കെ, ശരി.